എന്ത് പ്രശ്നം വന്നാലും ഞാൻ കൃഷ്ണനോട് പറയാം. അപ്പൊ തന്നെ പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. ഏട്ടാ, ഏട്ടന് എന്തേലും പേടിയോ ചികിത്സയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ ദാ ഇത് കയ്യിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഏട്ടൻ നോക്കിക്കോ, ഞങ്ങൾ ഏട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തും. അല്ല അടുത്തേ? രാധികയുടെ സംസാരം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നുക. ഇരിക്കെ. വേണ്ട ഏട്ടാ, ഇതേ ഞങ്ങളുടെ ബെഡ്റൂമാ. അല്പം പ്രൈവസി വേണ്ട സ്ഥലം. ഇവിടെ നിന്റെ സേവനം ആവശ്യമില്ല. കൽപ്പന, എല്ലാ കാര്യങ്ങളോടും എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. ദേ, നീ വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ പോവാൻ നോക്കിയേ. ഇത് ഏട്ടന്റെ കാലിൽ പുരട്ടേണ്ടത് പുരട്ടിക്കൊടുത്താൽ മതി. ശരി അടുത്തേ. എന്തിനാ ആ കുട്ടിയോട് ഇത്ര ദേഷ്യം? നമുക്കൊക്കെ നല്ലത് വരാനല്ലോ അവൾ ചിന്തിക്കുന്നുള്ളൂ. ഓരോരുത്തരെ എവിടെ നിർത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സൂര്യയുടെ ചികിത്സ നടക്കണമെന്നും സൂര്യ എഴുന്നേറ്റ് നടക്കണോ എന്നതും എന്റെയും കൂടെ ആഗ്രഹം. എന്ന് കരുതി ആരെയും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാനേ ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. എടുത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാലിനിയോട് പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് എന്താ ആവശ്യം? എല്ലാം ഇവിടെ ഉണ്ടല്ലോ. അതല്ല, പണത്തിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുട്ടികൾക്കോ മറ്റോ അയക്കണമെങ്കിലോ? ഞാൻ ചോദിച്ചോളാം. ശ്യാമ വെറുതെ ടെൻഷനൊന്നും ആവണ്ട. ആ ബ്രോക്കർ ജഗദീഷ് വിളിച്ചിരുന്നു. അഡ്വാൻസുമായിട്ട് ഇന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. അഡ്വാൻസോ? എന്തിന്റെ? അപ്പോ മാഡം ഒന്നും അറിഞ്ഞില്ലേ? ആ മഞ്ചാടി മൂല കിടക്കുന്ന വസ്തുവില്ലേ, അത് വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. ഈ പറഞ്ഞ ജഗദീഷാണ് അതിന്റെ ബ്രോക്കർ. വസ്തു വിൽക്കാനോ? ആരാ അത് തീരുമാനിച്ചത്? ഐശ്വര്യ മാഡം ആണ്. വിലയുടെ കാര്യത്തിൽ ധാരണയായെന്നാ മാഡം പറയുന്ന കേട്ടത്. ആരോട് ചോദിച്ചിട്ടാ ഐശ്വര്യടുത്ത് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? എന്റെ പേരിലുള്ള മുഴുവൻ പ്രോപ്പർട്ടിയും എന്റെ മകൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. കാവൽ നിൽക്കുന്നവര് ഉടമകളാവാൻ നോക്കണ്ട. ആ ബ്രോക്കറുടെ നമ്പറുണ്ടോ മാലിയുടെ കയ്യിൽ? ഉണ്ട്. അതെനിക്ക് വേണം. ഈ കച്ചവടം നടക്കില്ല. ഇതെന്നല്ല, എന്റെ പേരിലുള്ള ഒരു സ്വത്തും ഞാൻ അറിയാതെ മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യാനുള്ള അധികാരമില്ല. ഞാൻ അറിഞ്ഞ കാര്യം മാഡത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞതേ ഉള്ളൂ. ഐശ്വര്യടുത്ത് എന്തെങ്കിലും പറഞ്ഞ് എന്നെ അറിയിച്ചാൽ മതി. എന്തു മറുപടിയാ പറയണ്ടേന്ന് എനിക്കറിയാം. ഞാൻ അറിയാതെ എന്റെ സമ്പത്തിൽ നിന്നും ഒരുപാട് ഒഴുകിപ്പോയിട്ടുണ്ട്. കണക്കുകളൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ ചോദിക്കണ്ടെന്ന് വെച്ചിട്ടാ. പക്ഷെ ഇനി ചോദിക്കും. കാരണം എൻ്റെ മകൾക്ക് വേണ്ടി കൂട്ടിവച്ചിരിക്കുന്ന ഒരു തരി മണ്ണ് പോലും എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. ശരി മാഡം.
എടുത്തേ കേട്ടില്ല. ഐശ്വര്യടുത്ത് എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നതെന്ന് കണ്ടില്ലേ? ശ്യാമയോട് ഒരു വാക്കുപോലും ചോദിക്കാതെ ഇതിനൊക്കെ എങ്ങനെ ധൈര്യം കിട്ടുന്നേ? ഞാൻ അടിമയാണെന്നുള്ള ബോധം എന്നെ തകർക്കാൻ എളുപ്പമാണല്ലോ. നഷ്ടങ്ങൾക്ക് മേലെ സങ്കടപ്പെട്ട് കിടക്കുവാണല്ലോ. ചവിട്ടാം, ചവിട്ടി അരയ്ക്കാം. പക്ഷെ ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല എടുത്തേ. എന്റെ മകളെ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും തീർത്തുകൊണ്ട് എനിക്ക് ജീവിപ്പിക്കണം. അവള് സമ്പന്നയോ? അവളുടെ അമ്മ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം അവൾക്ക് തന്നെയോ? വിട്ടുകൊടുക്കില്ല ഞാൻ. ഹലോ മാലിനി. മാഡം പറഞ്ഞതുപോലെ കച്ചവടത്തിന്റെ കാര്യം ഞാൻ ശ്യാമ മാഡത്തിനോട് പറഞ്ഞു. എന്നിട്ട് ഇനി അത്ര ഒരു കച്ചവടവും നടക്കില്ലെന്ന് തീർത്തു പറഞ്ഞു. മാഡത്തിനോട് അത് ചോദിക്കാനും സാധ്യതയുണ്ട്. പിന്നെ മാഡം, ഞാൻ സംസാരിച്ചിട്ട് അവരുടെ അടുത്തുനിന്ന് പോകുന്നതിന് ശേഷം അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ശ്യാമ മാഡത്തിന് സ്വന്തം മോളെ അറിയാവുന്ന തന്നെയാണ്. ഉറപ്പായിട്ടും ആ കുട്ടി ശ്യാമ മാഡത്തിന് അറിയാവുന്ന എവിടെയോ ഉണ്ട്. ഒരുപക്ഷെ ഐശ്വര്യ മാഡത്തിന് പേടിച്ച് കൂടെ കൂട്ടാത്തതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ മാലിനി, ഈ വസ്തു കച്ചവടം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രം. ഇപ്പൊ ശത്രു വെളിച്ചത്ത് വന്നു കഴിഞ്ഞു. ശ്യാമയുടെ ജീവിതത്തില് ഇനി ഒരു കൊലപാതകം കൂടി കാണാനുള്ള ഭാഗ്യമുണ്ട്. മാഡം, കൊല്ലും ഞാൻ, അതിനും മടിക്കില്ല. ശ്യാമയുടെ സമ്പത്തിന് ശ്യാമയുടെ മനസ്സിൽ അവകാശി ഉണ്ടായിരിക്കും. പക്ഷെ എന്റെ മനസ്സിൽ അവകാശിയായിട്ട് ഞാനേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇറങ്ങട്ടെ. ഒരു ഭാര്യയുടെ സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. എന്താ വരുണിത്? എന്താ തല നന്നായിട്ട് തോർത്താത്ത? തലയിൽ വെള്ളം വരുന്ന ജലദോഷം പിടിക്കില്ലേ? ഇതെന്റെ അവകാശമല്ലേ? എന്റെ തല എങ്ങനെ നിന്റെ അവകാശമാവുന്നേ? എന്റെ പണം നിന്റെ അവകാശമായിരുന്നു, അത് നീ വാങ്ങിച്ചു. ഒന്ന് നിർത്ത് വരുൺ. എപ്പോഴും പണത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങനെ അകറ്റാതെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതൊക്കെ മറന്നു. ഒരു കാര്യം ചെയ്തേ, ഇവിടെ ഇരുന്നേ. ഇന്ന് വരുണിന് മുടി ചീകി തരുന്നത് ഞാനാ. അതേ, നീ അധികം നടന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ ഇടപെടാൻ നോക്കിയാ മോള് ആറ്റുവാശ്ശേരിയിലിരിക്കും, കേട്ടല്ലോ. വരുൺ, അയ്യ, നിന്റെ ഈ നാണവും പിണക്കും ഒക്കെ കാണുമ്പോണ്ടല്ലോ എന്റെ കൈ ഇങ്ങനെ തരിക്കുക. അടി വാങ്ങി മാറി നിൽക്കും. വരുൺ, വരുൺ, ഇന്ന് വരുണ്ടേ ഈ ഷർട്ട് ഇട്ടാ മതി. എനിക്കിഷ്ടമുള്ളത് ഈ ഷർട്ടാ. ഇഷ്ടായോ?
കൊണ്ട് പൊക്കണം. എന്റെ ജീവിതത്തില് ഞാൻ ഇനി ഷർട്ട് ഇട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഈ ഷർട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. ആരാ ഞാൻ കരയുന്നത് വരുൺ കണ്ടില്ലേ? ആ കണ്ടു. ഉള്ളത് പറയാലോ. അത്യാവശ്യം വൃത്തിയായിട്ട് നീ കരയുന്നുണ്ട്. ആരാ നിന്നെ പഠിപ്പിച്ചതൊക്കെ? അല്ലെങ്കിൽ ആര് പഠിപ്പിക്കാനല്ലേ? നിന്റെ കയ്യിലുള്ള അഭ്യാസമൊക്കെ ആർക്കെങ്കിലും പഠിപ്പിച്ചു തരാൻ പറ്റുമോ? അതെ, മോൾ ഇവിടെ ഒന്ന് ഇരിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ആലോചിക്കുക. എന്നിട്ട് എന്നോട് എന്തെങ്കിലും സ്നേഹമോ ആത്മാർത്ഥതയോ തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാന്ന് പറഞ്ഞൊരു വാക്കില്ലേ, അതൊന്ന് പാലിക്കാൻ നോക്കുക. എന്നിട്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം, കേട്ടോ? ഇത്ര കഷ്ടപ്പെട്ടാൽ ഒരു മാറ്റമില്ലല്ലോ. കൽപ്പന ദേഷ്യപ്പെട്ടപ്പോ വിഷമം തോന്നിയോ തനിക്ക്? ഇല്ല. അതെന്താ കണ്ണുപൊട്ടുന്ന ചീത്തയല്ലേ പറഞ്ഞത്? കൽപ്പന ചേച്ചി ആരാ? ഏട്ടന്റെ ഭാര്യയല്ലേ? സ്ഥാനം കൊണ്ട് എന്നെ കളും മൂത്തത്. മൂത്തവര് ചിലപ്പോ വഴക്ക് പറയും. അതിന് വിഷമിക്കുന്ന എന്തിനാ? മാത്രല്ല, കൽപ്പനേച്ചി വഴക്ക് പറയുമ്പോ ഏട്ടന്റെ ഈ പാവം മുഖം മനസ്സിലോർത്താ മതി. ആ വിഷമൊക്കെ അങ്ങ് മാറിക്കോളും. ചെറുപ്പത്തിൽ ഞാൻ അച്ഛനോടും അമ്മയോടും ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. എന്തിനാന്നറിയോ? ഒരു അനുജത്തിയെ തന്നില്ല എന്ന് പറഞ്ഞു. ആ പരാതി ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാവും കുറെ വൈകിയെങ്കിലും എനിക്കൊരു പെങ്ങളൂട്ടിയെ തന്നത്. ഞാൻ ഏട്ടനോടൊരു കാര്യം പറയാം. കൽപ്പന ചേച്ചി എന്നെ വഴക്ക് പറയുന്നതോ അതോ മറ്റാരോടെങ്കിലും ബഹളം വെക്കുന്നതോ ഏട്ടനിപ്പോ മനസ്സിലെടുക്കണ്ട. ഏട്ടനിപ്പോ ചികിത്സയില്ല, പ്രാർത്ഥനയിൽ മാത്രമായിരിക്കണം. മനസ്സുറപ്പിച്ച് കർമ്മം ചെയ്താല് അതിന് ഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഉണ്ടാവും. മുമ്പൊക്കെ എന്റെ കാല് ചത്തു മരവിച്ച പോലെയായിരുന്നു. ഇപ്പൊ എനിക്ക് കാലിലെ രക്തോട്ടം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്റെ കാല് ഉള്ളിൽ അനങ്ങുന്ന പോലെയുണ്ട്. ചിലപ്പോ വൈകാതെ ഞാനൊരു ചൂട് വെച്ചേക്കാം. ഒക്കെ നടക്കും. അല്ലാതെ എവിടെ പോവാനാ? ഏട്ടനെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ദൈവം കൂടുതൽ കാലം പരീക്ഷിക്കില്ല. അയ്യോ, അയ്യോ ഏട്ടാ, എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമില്ല.
ഏട്ടത്തി കണ്ടില്ലേ കാര്യം എന്റെ ചേച്ചിയെ. പക്ഷേ വേറൊരാളുടെ ഭർത്താവിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന എന്തിനാ? ഏട്ടത്തിക്ക് ചോദിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാ. നിന്നോട് സൂര്യയുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ? പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യുന്നേ? നീ ആരാടി? ആകാശത്തുനിന്ന് പൊട്ടി വീണ മാലാഖയോ? എല്ലാവരെയും അങ്ങ് സുഖപ്പെടുത്താൻ. ചെറിയ അരുത്, അങ്ങനൊന്നും പറയരുത്. എന്താ കേട്ടപ്പോ പൊള്ളിയോ? ഓ, അനങ്ങാണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു കുറവില്ലെന്ന് എനിക്കറിയാം. തൊടാനും തലോടാനും ഒരുത്തി കൂടെ ഉണ്ടാവുമ്പോ അതിന് പ്രത്യേക സുഖമായിരിക്കും. കൽപ്പനെ, എന്റെ കൺമുന്നിൽ കണ്ടാലേ ഞാനത് പറയും. ആളുകളുടെ മുന്നിൽ അനുജത്തി ഒറ്റയ്ക്കൊറ്റയ്ക്കാവുമ്പോ എന്താ മനസ്സിലിരിപ്പെന്ന് ആർക്കറിയാം? നിർത്താനല്ലടി പറഞ്ഞത്. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അത് പിന്നെ ചേച്ചി ഏട്ടനോട് സംസാരിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. സംസാരിച്ചല്ല, തൊട്ടും തലോടിയോ നിന്നെ? അത് കണ്ടേ എനിക്കല്പം ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? കൽപ്പന ചോദിക്കുന്ന കാര്യമല്ലേ? ഇതിനെന്താ, ആർക്കൊന്നും പറയാനില്ലേ? എന്താ കുട്ടി ഇത്? സൂര്യയുടെ ചികിത്സയുടെ കാര്യങ്ങൾ നീ നോക്കുന്നുണ്ട്, അതിൽ സന്തോഷം. സൂര്യയെ പരിചരിക്കുന്നത് കൽപ്പനയുടെ അവകാശമാണ്, അതിൽ കുട്ടി തലയിടണ്ട. അല്ല, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല. തെറ്റായ രീതിയിൽ കണ്ടുവെന്ന് ഞാൻ പറഞ്ഞില്ല. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാമല്ലോ. അച്ഛാ, എനിക്കിവളെന്റെ കുഞ്ഞു പെങ്ങളുടെ സ്ഥാനത്താ. അങ്ങനെ അവമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ ആരും സംസാരിക്കരുത്. എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെയല്ല, എല്ലാവരുടെയും ചിന്തകളും. എല്ലാവരും ശ്രദ്ധിച്ച് പെരുമാറിയാൽ നല്ലത്. കഴിഞ്ഞു. അച്ഛൻ എന്ത് ഭംഗിയായിട്ടാ കാര്യങ്ങൾ അവസാനിപ്പിച്ചത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ദേ ഈ നിമിഷം ഇവൾ എവിടുന്ന് പിടിച്ചിറക്കി വിട്ടേനെ. അതെങ്ങനെയാ? എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കല്ലേ നന്മയുടെ പ്രതീകമായിട്ട്. എല്ലാവരുടെ കണ്ണിൽ പൊടിയിട്ട് അവൾക്ക് വേണ്ടതൊക്കെ അവൾ നേടിയെടുക്കുന്നുണ്ടല്ലോ. കൽപ്പന, മതി. സൂര്യയുടെ ചികിത്സയുടെ കാര്യം പറഞ്ഞപ്പോ അത് ആത്മാർത്ഥതയോടെയാണെന്നാ ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇപ്പൊ നിന്റെ സംസാരം കേട്ടപ്പോ അത് ശരിയല്ലാന്ന് ഞങ്ങൾക്ക് തോന്നുന്നു.
ആദ്യം മനുഷ്യരെ തിരിച്ചറിയാൻ പഠിക്കണം, എന്നിട്ട് വേണം പ്രതികരിക്കാൻ. നിനക്ക് നിന്റെ ചേച്ചിയെ അറിയില്ലേ? നന്നായിട്ട് അറിയില്ലേ? എന്നിട്ടെന്താ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോ ഇവരുടെ കൂടെ നിൽക്കാൻ നിനക്ക് തോന്നിയത്? മുത്തശ്ശി, അത്